ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സിയും ടീമും കേരളത്തിലുണ്ടാകും എന്ന് കായികമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ കൺഫ്യൂഷനല്ലോ. ആ കൺഫ്യൂഷൻ നിലനിൽക്കുന്നതിനിടയിൽ കഴക്കൂട്ടത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉൾപ്പെടെ പരിഗണനയ്ക്കും വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എന്താണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്? സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്ന് പുതിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ സ്പോൺസർമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കേട്ടത് തന്നെയാണ്. അതായത് ഒരു നിശ്ചിത സമയത്ത് AFIയുമായി കരാർ ഒപ്പിട്ടതിന് ശേഷം നിശ്ചിത സമയത്ത് പണം അടയ്ക്കേണ്ടതായിരുന്നു. പക്ഷെ ആ പണം ഇതുവരെയും അടച്ചിട്ടില്ല. പണം അക്കൗണ്ടിലുണ്ട്. അത് കൃത്യമായ രീതിയിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ നിർദ്ദേശം അനുസരിച്ച് അടച്ചാൽ മതിയെന്നാണ് സ്പോൺസർ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇന്നലെ അറിയിച്ചത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിന് അങ്ങനെ പറയാൻ കാരണം ഓൾറെഡി അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഷെഡ്യൂൾ, സൗഹൃദ മത്സരത്തിന്റെ ഷെഡ്യൂൾ ആയിക്കഴിഞ്ഞെന്നിരിക്കെ ചൈനയിൽ 2 മത്സരം ഈ പറയുന്ന സമയങ്ങളിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ 2 മത്സരം ചൈനയിലും 1 ഖത്തറിലും 1 അങ്കോളയിലുമാണ്. അപ്പോൾ ഈ മത്സരങ്ങൾ അവിടെ നടക്കാമെന്നിരിക്കെ ഇനി അവർ കേരളത്തെ പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ കായിക മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. ഇനി ലയണൽ മെസ്സി വരും, ആരാധകരെ നിരാശരാക്കില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു. അതിൽ അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും അർജന്റീന ടീം വന്ന് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ആദ്യം തുടക്കം മുതൽ പരിഗണിച്ചിരുന്നത് മലപ്പുറം മഞ്ചേരി സ്റ്റേഡിയമായിരുന്നു. പക്ഷേ അവിടെ പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ മാത്രമല്ല, ഇങ്ങനെ ഒരു മത്സരം നടത്താൻ പറ്റിയ ഒരു സംവിധാനം അവിടെ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഉള്ളത് 2 എണ്ണം. ഒന്ന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, രണ്ടാമത്തേത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. കാര്യവട്ടം സ്റ്റേഡിയം നമ്മുടെ അഭിമാനമായ ഒരു സ്റ്റേഡിയമാണ്. ഇപ്പോൾ ദേശീയ ഗെയിംസിന്റെ ഭാഗമായി നിമിഷ നേരം കൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അന്നത്തെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജേക്കബ് പുന്നൂസ്, അവരെയൊക്കെ നമ്മൾ നന്ദിപൂർവ്വം ഓർത്തു പോകും. കാരണം അത്ര വേഗത്തിലാണ് ഇങ്ങനെ ഒരു സ്റ്റേഡിയം, ഒരു കൂറ്റൻ സ്റ്റേഡിയം തിരുവനന്തപുരത്ത് പടുത്തുയർത്തത്. അത് വളരെ വേഗത്തിലായിരുന്നു. പക്ഷേ ഈ സ്റ്റേഡിയം ക്രിക്കറ്റിന് വേണ്ടിയല്ലേ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്? അവിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള പിച്ചുണ്ട്. അപ്പോൾ അതിനൊക്കെ കേടുപാട് സംഭവിക്കില്ലേ? ഈ സ്റ്റേഡിയം തന്നെയാണോ ഇപ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്? ഉറപ്പായിട്ടും ഇതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, അന്ന് ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ദേശീയ ഗെയിംസ് നടന്നു, അതിനുശേഷം സാഫ് ഫുട്ബോൾ മത്സരം നടന്നു, അതിനുശേഷം ഇപ്പോൾ ഇത് പൂർണ്ണമായി ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമായി മാറിക്കഴിഞ്ഞു. ഈ ക്രിക്കറ്റിൻ്റെ സെൻട്രൽ പിച്ച് എന്ന് പറയുന്നത് ആകെ 11 പിച്ചുകളാണ് ഇവിടെ ഉള്ളത് ഈ ഗ്രൗണ്ടിൽ. ഈ 11-ൽ സെൻട്രൽ പിച്ച് എന്ന് പറയുന്നത് മാണ്ഡ്യ വിക്കറ്റാണ്. അതായത് അങ്ങനെ ഒരു പിച്ച് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ ഏകദേശം 1 വർഷമോ അതിലേറെ ദിവസമോ എടുക്കും. അപ്പോൾ അത്രയും കാര്യക്ഷമമായി കൃത്യമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ പിച്ചുകൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ ഒരു ഫുട്ബോൾ മത്സരം ഇനി ഇവിടെ നടക്കുകയാണെങ്കിൽ ഈ ക്രിക്കറ്റിനെ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം. മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒക്ടോബർ നവംബർ മാസങ്ങൾ ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളിൽ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കാനിരിക്കുന്നു. വുമൻസ് വേൾഡ് കപ്പിന് നമ്മൾ വേദിയാകുന്നുണ്ട്. 5 മത്സരങ്ങളാണ്, 5 ഇന്റർനാഷണൽ മത്സരങ്ങളാണ് ഈ ഗ്രൗണ്ട് സാക്ഷിയാവാൻ പോകുന്നത് ഈ വർഷം. അത് സെപ്റ്റംബർ 29, അതിന്റെ ഫിക്സർ വന്നിട്ടില്ല. ഏകദേശം സെപ്റ്റംബർ 29 ഒക്ടോബർ ആദ്യമോ ആയിരിക്കും വുമൻസ് വേൾഡ് കപ്പ് നടക്കുക. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ചയോളം അതിനായി ഈ ഗ്രൗണ്ട് വേദിയാകും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ BCCIയുടെ സീസൺ തുടങ്ങുകയാണ്. അതായത് രഞ്ജി ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കും. രഞ്ജി ട്രോഫി മത്സരങ്ങൾ ആരംഭിച്ചാൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കേരളത്തെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു വേദിയാണ്. മാത്രമല്ല, മറ്റ് ഗ്രൗണ്ടുകൾ പരിഗണിക്കും. തുമ്പ പോലുള്ള ഗ്രൗണ്ടുകൾ രഞ്ജിക്ക് പരിഗണിക്കുമെങ്കിൽ കൂടിയും ആ സമയത്ത് നടക്കുന്ന ഈ അർജന്റീനയുടെ ഒരു സൗഹൃദ മത്സരം ഇവിടെ വരികയാണെങ്കിൽ പിന്നെ ക്രിക്കറ്റിന്റെ ഭാവി ഈ ഗ്രൗണ്ടിൽ എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഗ്രീൻഫീൽഡിലേക്ക് വരുമ്പോൾ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതിനിടയ്ക്ക് വേദിയെ ചൊല്ലിയുള്ള വാർത്തകളിൽ മന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇത് മലപ്പുറത്ത് സ്റ്റേഡിയം പോലും ചിലപ്പോൾ പരിഗണിക്കുമെന്ന്. അതായിരുന്നു നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാൽപന്ത് കളി ആരാധകർ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിലൊരു സ്ഥലം മലപ്പുറമാണെന്നതിൽ സംശയമില്ല. പക്ഷെ അങ്ങനെ മലപ്പുറത്തൊരു സ്റ്റേഡിയം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് 2 മത്സരങ്ങളുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണം എന്ന നിലയിൽ കൊച്ചിയിൽ തന്നെയാണല്ലോ സൗകര്യം, ഹോട്ടലുകളും മറ്റ് സൗകര്യങ്ങളും. മറ്റൊന്ന് മലബാറിലാണ് വേണ്ടത്, പ്രത്യേകിച്ച് മലപ്പുറത്ത് പുതിയ സ്റ്റേഡിയത്തിൻ്റെ പണി നമ്മൾ ആരംഭിക്കാൻ പോകും. ഏകദേശം 50,000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള സ്റ്റേഡിയമാണ് നമ്മൾ പണിയുന്നത്. ഈ 2025 കൂടി ആ ഗ്രൗണ്ടിൻ്റെ പണികൾ പൂർത്തിയാവുകയാണെങ്കിൽ ഒരു മത്സരം അവിടെ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നമ്മുടെ മലബാറിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും അവർക്കൊരു വലിയ ഒരു കാര്യമാണ്. മാത്രമല്ല, അവരാഗ്രഹിക്കുന്നതാണ് അത്തരത്തിലൊരു സ്റ്റേഡിയം. അപ്പോൾ ഈ 2 സ്വപ്നങ്ങൾ ഒന്നിച്ച് നമുക്ക് അവർ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് അരുൺ അമൃത നമുക്ക് പോകേണ്ട. അരുൺ, മലപ്പുറത്ത് അങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ടോ? ഇങ്ങനെ മെസ്സിയും ടീമും വരുന്നതിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ഈ വാക്കുകൾക്കപ്പുറത്തേക്കുള്ള യഥാർത്ഥ ഒരുക്കത്തിലേക്ക് പോയിരുന്നോ?
മലപ്പുറത്ത് ഇപ്പോഴുള്ളത് രതീഷ് അക്ഷയ 2 സ്റ്റേഡിയങ്ങളാണ്. അത് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയവും കോട്ടപ്പടി മൈതാനവുമാണ്. അവിടെ ഒരു സെവൻസ് മത്സരം അല്ലെങ്കിൽ നടക്കുന്ന ഈ സന്തോഷ് ട്രോഫി ഉൾപ്പെടെ നടന്നപ്പോൾ പോലും താങ്ങാവുന്ന ശേഷി ആ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിനില്ല. പിന്നെ നേരത്തെ അന്ന് മന്ത്രിയോട് ചോദിച്ച ചോദ്യം 2025 സ്റ്റേഡിയം വരുമല്ലോ തീർച്ചയായും എന്നാണ് മന്ത്രി പറയുന്നത്, അന്ന് മത്സരം നടത്താമെന്ന്. പക്ഷേ ഒരു പ്രാഥമിക ചർച്ചകൾ അന്ന് തുടങ്ങിയതല്ലാതെ തറക്കല്ലിടുന്നതിലേക്ക് പോലും കടന്നിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേഡിയം എന്തായാലും മലപ്പുറത്തില്ല, വരാനും പോകുന്നതായി ചർച്ചയിലുമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ മെസ്സി വരുമോ വരാതിരിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായി പറയേണ്ടി വരും. കാരണം മലപ്പുറത്തെ ആരാധകരെ സംബന്ധിച്ച് ഒരു സ്റ്റേഡിയം വരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ഇവിടെ സന്തോഷ് ട്രോഫി മത്സരം നടന്നു. ഈ സ്റ്റേഡിയത്തിന് താങ്ങാവുന്നതിലേറെ ആളുകൾ വന്നു. പലർക്കും ടിക്കറ്റ് ഇല്ലാതെയൊക്കെ മടങ്ങേണ്ടി വന്നു സന്തോഷ് ട്രോഫി ഫൈനൽ നടന്ന ആ സമയത്ത്. അപ്പോൾ പുതിയൊരു സ്റ്റേഡിയം വരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ മന്ത്രി വലിയൊരു ആശയാണ്, അത് വലിയൊരു പ്രതീക്ഷയോടെയാണ് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ കണ്ടത്. ഇനി മെസ്സി വന്നാലും വന്നില്ലെങ്കിലും സ്റ്റേഡിയം അവർക്ക് ഉണ്ടാവുമല്ലോ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾ അവർക്ക് നടത്താൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു പ്രത്യാശയൊക്കെയാണ് മലപ്പുറത്തെ ആരാധകരെ സംബന്ധിച്ച്. ആ ഒരു വാഗ്ദാനം അവിടെ നടന്നു. ഈ മെസ്സിയുമായി ബന്ധപ്പെട്ട മെസ്സി വന്നാലും ഇല്ലെങ്കിലും ഉയർന്നു നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഇത് മലപ്പുറത്തെ ആരാധകരെ സംബന്ധിച്ച് നിരാശയാണ്. ഒരു കാര്യം കൂടി പരിശോധിച്ചാൽ ഈ കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അണ്ടർ 17 ലോകകപ്പ് നടന്നു, ഫുട്ബോൾ ലോകകപ്പ്. അന്ന് ഫിഫ അംഗീകരിച്ച കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് 15,000 ആയിരുന്നു. പക്ഷേ അതിൽ കവിഞ്ഞ ആളുകളാണ് വന്നത്. ഈ ISL മത്സരങ്ങൾ നടക്കുമ്പോൾ 70,000 80,000 ആളുകളാണ് വരുന്നത്. കപ്പാസിറ്റി പക്ഷേ നമുക്ക് 36,000 മുതൽ 40,000 വരെ നമ്മൾ അവിടെ ISL ഒഫീഷ്യലായി കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം അതിനുള്ള ശേഷി ആ സ്റ്റേഡിയത്തിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം പ്രശ്നങ്ങളാണ്. മെസ്സി സംഘവും കേരളത്തിലേക്ക് എത്തുന്നുവെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം ഉണ്ടാകാതെ പോയി. എവിടെ, ഏത് സ്റ്റേഡിയത്തിൽ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി.